നിൽക്കുന്നത് ഞാൻ എവിടെയാണെന്നല്ലേ, ഞാൻ നമ്മുടെ സ്വന്തം കട്ടച്ചക്കുഴി എന്തായാലും നല്ല ചിക്കനായിട്ട് അടിച്ചു കയറ്റാൻ വന്നാണ്. അപ്പൊ മുരുകണ്ണ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖം. എന്തൊക്കെ എല്ലാം ആയോ? ഇത് കോഴി പെരട്ട്, നാടൻ കോഴി പെരട്ടായി, കോഴി തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത തന്നോളി. അടിപൊളി സ്വയംഭൻ. ഇതിപ്പോ 5 കിലോ. ഇത് ഇപ്പം 5 കിലോ, ഇപ്പൊ 2 കിലോ പാർസലോ. ഇനി അടുത്ത് വീണ്ടും തീരുമ്പോ അടുത്ത് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഒരു ദിവസം എത്ര കിലോ കോഴി നമുക്ക് ചിലവാകും? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മള് ഇങ്ങനെ കച്ചവടം ചെയ്താലും പോയിക്കൊണ്ടിരിക്കും. അപ്പം അത് കോഴിത്തോരൻ. ഇത് കോഴിത്തോരൻ. പിന്നെ ലിവർ, പിന്നെ കാന്താരി ചിക്കൻ ഉണ്ട്. ഏറ്റവും കോംബോ എന്താ? കോംബോ നാടൻ പെരട്ട തന്നെ. നാടൻ കോഴി തോരനും കാന്താരി. ഇത് 3 ഇതിനാണ് അന്വേഷിച്ച ആള് വരുന്നത്. കിളം കോഴിയാണ്, മുറ്റം കോഴി ഇടില്ല. എല്ലാം ഒരേ ലെവലായിരിക്കും. ഒന്ന് ഉറപ്പ് കുറവുള്ള ഉണ്ടാവില്ല. കടിച്ചു കഴിഞ്ഞാൽ ഒരേ ലെവലിൽ കടിച്ച് അതിൽ ഇറച്ചി ഉണ്ടാവും, എല്ലും ഉണ്ടാവും. സാറ് കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം. ഒരുപാട് മുറ്റം കൊഴിഞ്ഞിടില്ല. ഒരു 6-7 മാസമായ കോഴി. അപ്പോൾ അതിൽ ഇറച്ചി എല്ലോ കറക്റ്റായിട്ടും ഫാമിലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത്തിരി ഇത്തിരി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല. ചിക്കൻ പെരട്ടും ചിക്കൻ തോരനും ആയി. അപ്പോൾ ഇനി അടുത്തത് അടുപ്പത്ത് കയറിയൊക്കെയാണ് കാന്താരി കയറി. പക്ഷെ കാന്താരിയിലേക്ക് ഒരു വേറെ വെറൈറ്റി ആയിട്ടുണ്ട്. ഇതെന്തായിരുന്നു? തേങ്ങാപ്പാൽ. കാന്താരിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കും, കാരണം എരിവ് കൂടുന്നത്. അത് കിലോ കണക്കാണ്. എല്ലാം തൂക്കിയാണ് പ്ലേറ്റിൽ തൂക്കിയിട്ട് പ്ലേറ്റ് വെച്ചു കൊടുക്കും കഴിക്കുന്നവർക്ക്. അപ്പോൾ അവർ കുറവ് വരില്ല, കറക്റ്റായിട്ട് തൂക്കം കിട്ടുമല്ലോ. അപ്പം ചിക്കൻ പെരട്ടിനും എല്ലാത്തിനും ഓരോ അല്ല, ഓരോന്ന് വേറെ. ചിക്കൻ കാന്താരി റേറ്റ് കൂടുതലാണ്. കാന്താരിക്ക് 170 കാ കിലോ. പെരട്ട് 140 രൂപ. അപ്പോൾ കാ കിലോ ഒരാൾ കഴിക്കാനുണ്ടോ? ഒരാളിന് ഫുള്ളായിട്ട് കഴിക്കാം. പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ടാവും. ചേട്ടൻ നല്ല പോളിങ്ങിലാണ്. ചേട്ടൻ എവിടെ നിന്ന് വന്നേ? എളുപ്പശാല കഴിക്കാനായിട്ട് വന്നാണ്. ആണ്. അപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇല്ല, കഴിക്കാനായിട്ട് ഇവിടെ വന്നതാ. ചേട്ടാ അതിന്റെ നല്ല കനത്ത പോളിങ്ങിലാണ്. ചേട്ടോ ലിവറായോ? 5 മിനിറ്റ്. അപ്പോൾ ലിവർ ഇപ്പോൾ ആവും. അപ്പോൾ ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ ഈ ഉച്ചയൂണല്ല, ഈ പുട്ടും ഈ ചിക്കൻ ഐറ്റംസാണ് മെയിനായിട്ട്. രാവിലെ 10 മണി തുടങ്ങിയ കച്ചവടം രാത്രി 10 മണി തുടരും. അപ്പം ആരംഭിക്കാം അല്ലേ? കാന്താരി നമ്മളെ കണ്ട എരിവൊന്നുമില്ല. കാന്താരിക്ക് അത്യാവശ്യം എരിവുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റിയ എരിവേ ഉള്ളൂ. അപ്പോൾ ലിവറായി. വാ, ഒരു കണ ലിവർ കൊണ്ടുവച്ചു. ലിവർ നേരെ അടുപ്പതും ചൂടോടെ ഇങ്ങോട്ട് എടുത്തത്. നല്ല ചൂടാണ്, കഴിക്കാൻ കൊതിയാവുന്നുണ്ട്, പക്ഷേ ചൂട് കാരണം പറ്റുന്നില്ല. ഇത് അവസാനിച്ചു. കുറച്ച് കപ്പ് ബാക്കിയുണ്ട്, പിന്നെ ഒരു കഷ്ണം പുട്ടും ബാക്കിയെടുത്ത് ഞാൻ തീർത്തിട്ടുണ്ട്. ഇത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എരിവിന് ലേശം സമാധാനമുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ.